ഞാൻ പറയാൻ പോകുന്ന മൂവി ഏതാണെന്ന് മനസ്സിലായി കാണുമല്ലോ. സച്ചിൻ എന്ന മൂവിയാണ് കേട്ടോ. സച്ചിൻ എന്ന് പറയുന്ന മൂവി 2005 റിലീസായ തമിഴ് റൊമാൻറ്റിക് കോമഡി മൂവിയാണ് കേട്ടോ. ഇതിൽ ആക്ട് ചെയ്തേക്കുന്നത് നമുക്കറിയാം, എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള വിജയ് സാറ്, ജെനീലിയ, ബിപാഷ ബാസു, വടിവേലു, സന്താനം തുടങ്ങിയ ഒട്ടനവധി ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ ആക്ടേഴ്സ് അഭിനയിച്ച മൂവിയാണ് സച്ചിൻ. അപ്പോൾ ഇതിൻ്റെ പ്ലോട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റോറി എന്ന് പറയുന്നത്, സച്ചിൻ എന്ന് പറയുന്ന ഒരു സ്റ്റുഡൻറ്റ്, അതായത് ഒരു കെയർ ഫ്രീ ആയിട്ടുള്ള, ഭയങ്കര എൻജോയ് ചെയ്ത് ജീവിക്കുന്ന, ഭയങ്കര കളിച്ച് സ്വസ്ഥമായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ട് എല്ലാവരുമായിട്ടും പെട്ടെന്ന് അറ്റാച്ച്ഡ് ആവുന്ന ഒരു ഹാപ്പി മാനാണ്. ആള് കോളേജിൽ പഠിക്കുകയാണ്, ഊട്ടിയിലെ ഒരു കോളേജിൽ പഠിക്കുവാണ്. പെട്ടെന്ന് തന്നെ ശാലിനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുമായിട്ട് ഫസ്റ്റ് സൈറ്റിൽ തന്നെ ഇഷ്ടമാവുന്നു. ശാലിനിയും ഈ സെയിം കോളേജിൽ, സച്ചിൻ പഠിക്കുന്ന അതേ കോളേജിൽ തന്നെ സ്റ്റുഡൻ്റ് ആണ്. ശാലിനി എന്ന് പറയുന്ന ആ കോളേജിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അതായത് ഏറ്റവും ഭംഗിയുള്ളൊരു കുട്ടിയാണ്, ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. അതുപോലെ തന്നെ അഹങ്കാരവും കുറച്ച് ദേഷ്യവും വാശിയൊക്കെ ഉള്ള ഒരു ആൾ കൂടെയാണ് ശാലിനി. ശാലിനി ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഒരാളാണ്. നമ്മുടെ സച്ചിനെ പോലെയല്ല, കുറച്ചുകൂടെ ഹൈ ക്ലാസ് ആയിട്ടുള്ള ഒരാളാണ് ശാലിനി. അപ്പൊ ഇതെല്ലാം സച്ചിൻ മനസ്സിലാവുന്നത്, അല്ലെങ്കിൽ സച്ചിൻ ഇതെല്ലാം അറിയുന്നത് അർണോൾഡ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ അയ്യസ്വാമി എന്ന് പറയുന്ന ഒരാളിൽ നിന്നാണ് സച്ചിൻ ഈ എല്ലാ ഇൻഫോർമേഷൻസും എടുക്കുന്നത്. ഈ സച്ചിൻ ഇപ്പോൾ ജോയിൻ ചെയ്തതല്ലേ ഉള്ളൂ. ഈ അർണോൾഡ് ഒരുപാട് വർഷം കൊണ്ട് ആ കോളേജിൽ തന്നെ പഠിക്കുവാണ്. എന്തുകൊണ്ടെന്ന് ഒരു റീസൺ ഉണ്ട്. ആ ഒരു കോളേജിൽ ഇത്രയും വർഷം പഠിക്കാൻ കാരണം എപ്പോഴും അവിടെയുള്ള അധ്യാപകർക്ക് റെസ്പെക്റ്റ് കൊടുക്കണം എന്നുള്ള ഒരു മട്ടിലാണ് അർണോൾഡ് അവിടെ നിന്ന് മാറാതെ ഇപ്പോഴും ആ കോളേജിൽ തന്നെ പഠിക്കുന്നത് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ അർണോൾഡ് ഒരു കാര്യം സച്ചിനോട് പറയുന്നുണ്ട്, അതായത് നമ്മുടെ ശാലിനി ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ബോയ്സ് അവിടെ ആ കോളേജിൽ തന്നെ ഉണ്ട്, അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും വേണം നീ അവളുടെ പുറകെ നടക്കാൻ വേണ്ടിയെന്ന് അർണോൾഡ് ഒരു മെസ്സേജ് കൂടെ കൊടുക്കുന്നുണ്ട്. ഇത് കേൾക്കുന്നത് സച്ചിന് മനസ്സിലാവുന്നു, എല്ലാവരും അവളെ ഇംപ്രസ് ചെയ്യാനല്ലേ നോക്കുന്നത്. എന്നാൽ സച്ചിൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അവളെ വെറുപ്പിക്കാനാണ് നോക്കുന്നത്. തികച്ചും വ്യത്യസ്തമായിട്ട് അവളെ ഫേസ് ചെയ്യണമെങ്കിൽ, കുറച്ച് ബാക്കിയുള്ളവരിൽ നിന്ന് വ്യത്യസ്തരായിട്ട് നിൽക്കണമെങ്കിൽ ഇതേ പറ്റുള്ളൂ എന്ന് സച്ചിൻ അറിയാം. അതുകൊണ്ട് സച്ചിൻ ശാലിനിയെ മാക്സിമം ഇറിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ പതുക്കെ ഇറിറ്റേഷൻ ഇങ്ങനെ നീണ്ടു പോയി അവർ ഭയങ്കര ഫ്രണ്ട്സ് ആവുന്നു, ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് ആവുന്നു. അങ്ങനെ ഒരിക്കൽ ഇങ്ങനെ സച്ചിൻ ശാലിനിയുടെ അച്ഛന് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവാൻ പോകുമ്പോഴൊക്കെ സച്ചിൻ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ അതിനുശേഷമാണ് ഇവർ ഭയങ്കര ഫ്രണ്ട്സ് ആവുന്നത്. അടുത്ത് സന്താനം ഉണ്ടല്ലോ, സന്താനം ഇതേ കോളേജിൽ ശാലിനിയെ ഇഷ്ടപ്പെടുന്ന വേറൊരാളാണ് സന്താനം. അപ്പം ഇതൊക്കെ കാണുമ്പം സന്താനത്തിന് ഭയങ്കര അസൂയ വരികയാണ്. അപ്പോൾ സച്ചിനും ശാലിനിയും ഭയങ്കര ഫ്രണ്ട്സായിട്ടൊക്കെ പോകുന്ന കാണുമ്പോൾ ഇയാൾക്ക് ഭയങ്കര അസൂയൊക്കെ വരുന്നു. അങ്ങനെ എങ്ങനെയെങ്കിലും ഇവരെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ ഓരോ പണികൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ സന്താനം കോളേജിലെ ചുവരുകളിലൊക്കെ സച്ചിൻ ലവ് ശാലിനി, ശാലിനി ലവ് സച്ചിൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ ഡയലോഗ്സ് ഒക്കെ എഴുതാൻ തുടങ്ങി. അപ്പോൾ ഇത് കണ്ടതും ശാലിനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. അങ്ങനെ ശാലിനി വിചാരിക്കുന്നത് സച്ചിനാണ് ഇങ്ങനെ എഴുതി പിടിപ്പിക്കുന്നതെന്നാണ്. അങ്ങനെ ശാലിനി സച്ചിനോട് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു. അവർ തമ്മിൽ പിണങ്ങുകയാണ്. അപ്പോൾ ശാലിനി സച്ചിനോട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്ന സമയത്ത് സച്ചിൻ പറയുന്നുണ്ട്, നിന്നെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചുവരുകളിൽ എഴുതി എനിക്ക് ഇംപ്രസ് ചെയ്യേണ്ട ആവശ്യമില്ല, അത്രയ്ക്കും തരം താഴ്ന്നവനല്ല ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പറയുമ്പോൾ ശാലിനിക്ക് മനസ്സിലാവുന്നു ഇതെന്തായാലും സച്ചിൻ ചെയ്തതല്ല എന്ന് ശാലിനിക്ക് ഉറപ്പ് വരുന്നു. അതുപോലെ തന്നെ സച്ചിൻ ഇതിൻ്റെ കൂടെ പറയുന്നുണ്ട്, ഈ എഴുതിയിരിക്കുന്നത് ആരെഴുതിയതാണെങ്കിലും ഈ എഴുതിയിരിക്കുന്നത് സത്യമാണെന്നും കൂടെ സച്ചിൻ ശാലിനിയോട് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ ശാലിനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ ശാലിനി സച്ചിന് മുമ്പിൽ ഷൗട്ട് ചെയ്തതിനു ശേഷം, തന്നെ ഞാനൊരു ഗുഡ് ഫ്രണ്ടായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ, ഒരിക്കലും ഒരു ലവറായിട്ട് കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷ്യത്തിൽ പോവാണ്. കുറെ നാൾക്ക് ശേഷം ശാലിനി ഇങ്ങനെ ശാലിനി ഇങ്ങനെ അറിയുന്നുണ്ട് സച്ചിൻ സന്താനത്തെ ചാലഞ്ച് ചെയ്യാണ്. എന്ന് വെച്ചാൽ അടുത്ത 30 ദിവസത്തിനുള്ളിൽ ശാലിനി സച്ചിനെ സ്നേഹിക്കും എന്ന് സച്ചിൻ സന്താനത്തിനോട് ഒരു ചാലഞ്ച് കൊടുക്കുവാണ്. അവിടെ ശാലിനി വേറൊരു ചലഞ്ച് എടുക്കുന്നുണ്ട്, അതായത് സച്ചിനെ ഒരിക്കലും അവള് തിരിച്ച് സ്നേഹിക്കില്ല എന്ന് അവൾ ഒരു ചാലഞ്ച് എടുക്കുന്നു. അടുത്ത് സച്ചിനെ സ്നേഹിക്കുന്ന വേറൊരു പെൺകുട്ടി അതേ കോളേജിലുണ്ട്, അതായത് മഞ്ജു എന്നാണ് പറയുന്നത്. അങ്ങനെ ശാലിനി മഞ്ജുവും നമ്മുടെ സച്ചിനും കൂടെ ഒരുമിച്ചിരിക്കുന്ന കാണുമ്പോൾ ശാലിനിക്ക് ഭയങ്കരമായിട്ട് അസൂയ വരുന്നുണ്ട്.
പക്ഷേ മഞ്ജു ശാലിനിയോട് പറയുന്നുണ്ട്, സച്ചിന് നിന്നെയാണ് ഇഷ്ടം, സച്ചിന് ഒരിക്കലും എന്നെ ഇഷ്ടപ്പെടാൻ പറ്റില്ല, അവൻ്റെ മനസ്സ് മുഴുവൻ നീയാണ്, നീ ആ ഫീലിങ്സ് തുറന്ന് കാണിക്കണം എന്നൊക്കെ മഞ്ജു ശാലിനിയോട് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ശാലിനിക്ക് സച്ചിനോട് ചെറുതായിട്ടൊക്കെ ഇഷ്ടം തോന്നി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ സച്ചിൻ ഒരു ദിവസം അറിയുന്നു ശാലിനിക്ക് വേറെ കല്യാണമൊക്കെ ആലോചിക്കുന്നുണ്ടെന്നും ഒരു കല്യാണം ഏകദേശം ഉറപ്പിച്ചു എന്നൊക്കെ അറിയുന്നു. അങ്ങനെ ഒരു ദിവസം ശാലിനിയെ സച്ചിൻ മീറ്റ് ചെയ്യുന്നു. അതായത് നമ്മുടെ കോളേജിലെ ലാസ്റ്റ് ഡേ ശാലിനിയെ സച്ചിൻ മീറ്റ് ചെയ്യുകയും അവളോട് പറയുകയും ചെയ്യുന്നുണ്ട്, ഈ ചലഞ്ചിൽ ഞാൻ തോറ്റു, നീ തന്നെ ജയിച്ചു, ഇവിടെ നിന്ന് ഈ ഊട്ടിയിൽ നിന്ന് അവൻ തിരികെ പോവുകയാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇത് കേട്ടപ്പോൾ ശാലിനിക്ക് ഭയങ്കര ഇമോഷണലായി. എന്നാലും ശാലിനി ആ ഒരു ഫീലിങ്സ് ഉള്ളിൽ തന്നെ, സച്ചിനെ ഇഷ്ടമുണ്ടെങ്കിലും ഉള്ളിൽ തന്നെ ഒളിച്ചു വെച്ചു. അവളൊരു പ്ലാൻ ചെയ്തു എന്ന് വെച്ചാൽ, നാളെയല്ലേ സച്ചിൻ പോകുന്നത്, ഊട്ടി വിട്ട് പോകുന്നത്, അപ്പം നാളെ സച്ചിനെ പ്രപ്പോസ് ചെയ്യാമെന്നുള്ള ഒരു പ്ലാൻ അവൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും അവൻ ചലഞ്ചിൽ ജയിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നാളെ പ്രപ്പോസ് ചെയ്യാമെന്നുള്ളൊരു പ്ലാനിൽ അവൾ ഇരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ശാലിനി ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ സച്ചിനെ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി പോകുന്നു. എന്നാൽ ആ സമയത്ത് സച്ചിൻ്റെ ഫാദറായ ഗൗതമിനെ മീറ്റ് ചെയ്യുന്നു. ഗൗതം ഒരു ഭയങ്കരമായ ഒരു കോടീശ്വരനായിരുന്നു, അതായത് സച്ചിൻ്റെ അച്ഛൻ. അപ്പോൾ ഇത് കോളേജിലുള്ള ആർക്കും അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ സച്ചിനെ ഒരു സാധാരണ ഒരു പാവപ്പെട്ട കുട്ടി എന്നാണ് എല്ലാവരും കരുതിയിരുന്നത്. പക്ഷെ ഇത് കാണുന്നതും ശാലിനി ഒരുപാട് എക്സൈറ്റഡ് ആവുന്നു, അതായത് അത്ഭുതപ്പെടുന്നു. സച്ചിൻ എന്ന് പറയുന്നത് ഒരേ ഒരു ബിസിനസ് ടൈക്കൂണായിട്ടുള്ള ഒരാളുടെ മകനാണെന്നുള്ളത് അവർക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റിയില്ല. എന്നിട്ടും സച്ചിൻ വളരെയധികം ഡൗൺ ടു എർത്തായിട്ട് മറ്റുള്ളവരോട് പെരുമാറുന്നതൊക്കെ കാണുമ്പോൾ ശാലിനിക്ക് അത്ഭുതം തോന്നി. ഇപ്പോൾ ശാലിനിക്ക് ഒരുപാട് സങ്കടം തോന്നുന്നുണ്ട്. കാരണം താൻ നേരത്തെ സച്ചിനെ സ്നേഹിക്കേണ്ടതായിരുന്നുവെന്നും തൻ്റെ ഉള്ളിലെ ആ ഒരു ഫീലിങ്സൊക്കെ നേരത്തെ പറയേണ്ടതായിരുന്നു എന്നൊക്കെ ഉള്ള കുറ്റബോധം ശാലിനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ആ ഒരു മൊമെൻറ്റിൽ ശാലിനി സച്ചിനെ പ്രപ്പോസ് ചെയ്യുന്നു. എന്നിട്ട് അവരുടെ ആ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഒക്കെ മാറ്റി അവർ തന്നെ കല്യാണം കഴിക്കാൻ ഒരുങ്ങുന്നു. സച്ചിൻ കോയമ്പത്തൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകുന്നു. ശാലിനിയും കൂടെ പോകുന്നു. ആ ഒരു എയർപോർട്ടിൽ വെച്ച് ശാലിനിക്ക് അവളുടെ ഇമോഷൻസ് ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അവൾ സച്ചിനെ പ്രപ്പോസ് ചെയ്തു. പിന്നെ അതുപോലെ തന്നെ അവൾ റിവീൽ ചെയ്തു. അവളുടെ ആ ഒരു മനസ്സിലെ ഈഗോയാണ് അവർ ആ ഒരു ലവ് ഉണ്ടെന്ന് പറയാനായിട്ട് അവൾ മടിച്ചതെന്നും അതൊക്കെ കേൾക്കുമ്പോൾ സച്ചിൻ വളരെ ഹാപ്പി ആവുന്നു. അങ്ങനെ അവരൊന്നിക്കുന്നു. ഇതാണ് ഈ ചിത്രത്തിൻ്റെ കഥ. ഇതിൽ നമ്മുടെ സച്ചിനായിട്ട് വരുന്നത് വിജയിയാണ്. അതുപോലെ തന്നെ ശാലിനിയായിട്ട് വന്നത് ജനീലിയാണ്. ഈ മൂവിയിലെ ഓരോ സോങ്സും സൂപ്പറാണ്. സോ അതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു മൂവിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഈ മൂവിയുടെ ഫുൾ എക്സ്പ്ലനേഷൻ ചെയ്തത്. അപ്പോൾ ഈ മൂവി കാണാൻ മടിച്ചിരിക്കുന്ന എല്ലാവരും ഈ മൂവി ഒന്ന് കണ്ടു നോക്കണം കേട്ടോ. എന്നിട്ട് കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ കമൻറ്റ് ചെയ്യുക. കാണാത്തവർ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണം. തുടർന്ന് ഏതെങ്കിലും ഇതുപോലത്തെ നല്ല മൂവീസിൻ്റെ റിവ്യൂ അല്ലെങ്കിൽ ഒരു സ്റ്റോറി വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മൂവി എല്ലാവരും കാണണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഇത്രയേ ഉള്ളൂ. ബൈ ഗായ്സ്.